നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡന്റ് പറ്റിയ ആൾക്കാരുണ്ടാവും. ഇഞ്ചുറി പറ്റിയിട്ട് അവർക്ക് ഡിസേബിലിറ്റി വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂയോ അല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂയോ കാരണം ഡെയിലിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഡോക്ടറോ നഴ്സോ ഫിസിയോതെറാപ്പിസ്റ്റോ മാത്രം മതിയോ? ഒരിക്കലുമല്ല. ഈ പറയുന്ന ആൾക്കാർക്ക് വേറെ ഒരു ആളുടെ അത്യാവശ്യമുണ്ട്. അതാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. നമ്മളിൽ പലർക്കും ഈ പറയുന്ന പ്രൊഫഷൻ ഇന്ന് അറിയില്ല. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്ന്. നമ്മുടെ നാട്ടിൽ ഈ പ്രൊഫഷൻ അത്ര പോപ്പുലർ അല്ലെങ്കിലും പുറത്തെ രാജ്യങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രൊഫഷനാണിത്. ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. പല ആൾക്കാരുടെയും സംശയമാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റും ഒന്നല്ലേ എന്നത്. ഒരിക്കലും അത് ഒന്നല്ല. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളെല്ലാവരും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രായഭേദമന്യേ നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഡിപ്പെൻഡൻസിയെ കുറച്ച് ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണോ നമ്മളെ പാകപ്പെടുത്തേണ്ടത് ആ രീതിയിൽ പാകപ്പെടുത്തുന്ന ആൾക്കാരാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ബാച്ചിലർ ഇൻ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇതിന് BOT എന്നാണ് പറയുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇതിന് എൻട്രൻസ് ഇല്ല, മറിച്ച് മാർക്കിൻ്റെ ബേസിസിലാണ് കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അതായത് നിഷ്, തിരുവനന്തപുരം. അവിടെ ഒക്യുപേഷണൽ തെറാപ്പിയുടെ ബാച്ചിലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അവിടെയും ഈ പറയുന്ന ഒക്യുപേഷണൽ തെറാപ്പിയുടെ കോഴ്സസ് ഉണ്ട്. +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ ഒക്യുപേഷണൽ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷനും PhDയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് സ്പെഷ്യലൈസേഷന് വേണ്ടി പുറത്തെ കൺട്രീസിൽ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഈ പറയുന്ന മെഡിസിൻ്റെ എക്സാം എഴുതാൻ താല്പര്യമില്ല, നഴ്സിങ്ങിന് പോകാൻ താല്പര്യമില്ല, പക്ഷേ എന്നാൽ ഈ പറയുന്ന സയൻസുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു കോഴ്സ് വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഇതിൽ കുട്ടിക്ക് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ആ കുട്ടി കുറച്ച് ക്രിയേറ്റീവ് ആയിരിക്കണം, എമ്പതറ്റിക് ആയിരിക്കണം. കാരണം നമ്മൾ ഒരാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹായിക്കുന്നത്. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും നാളെ ആവശ്യം ഉള്ള ഒരു വ്യക്തിയാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഒക്യുപേഷണൽ തെറാപ്പി കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.